നമസ്കാരം. യൂറോ കപ്പിന് പിന്നാലെ കോപ്പ അമേരിക്ക കൂടി കളം പിടിക്കുന്നതോടെ ഫുട്ബോൾ പ്രേമികളുടെ ഉറക്കം കെടുത്തുന്ന നാളുകളാണ് ഇനി. ലോകകപ്പാണോ യൂറോ കപ്പാണോ ഏറ്റവും കഠിനം എന്ന ചോദ്യത്തിന് യൂറോ കപ്പാണെന്ന് മറുപടി പറഞ്ഞ എംബപ്പയ്ക്കും ലോകകപ്പിന്റെ മൂല്യത്തെക്കുറിച്ച് പ്രതികരിച്ച ലിയോണൽ മെസ്സിക്കും പിന്നാലെ ആരാധകരും ഇപ്പോൾ രണ്ട് തട്ടിലാണ്. എംബപ്പെ പറഞ്ഞതിൽ കാര്യമുണ്ടോ? ലോകകപ്പിനേക്കാൾ കഠിനമാണോ യൂറോ കപ്പ്? എംബപ്പയുടെ പ്രതികരണം ആദ്യം ഏറ്റെടുത്തത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ആരാധകരാണ്. പിന്നാലെ പ്രധാന താരങ്ങളും യൂറോപ്പിലെ താരങ്ങളും പ്രതികരണവുമായി എത്തിയതോടെ വീണ്ടും ഒരു യൂറോ കോപ്പ ആരാധക പോരായി. അർജന്റീനയ്ക്കായി കോപ്പ അമേരിക്കയും ലോകകപ്പും നേടിയ ലിയോണൽ മെസ്സി അടക്കം ഇന്ന് ടീമിലുള്ള മിക്ക താരങ്ങളും എംബപ്പയുടെ വാദം തള്ളി. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ലോകകപ്പ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലും 3 തവണ ചാമ്പ്യന്മാരായ അർജന്റീനയും 2 തവണ കിരീടം നേടിയ യുറുഗ്വായ്ക്കുമൊന്നും യൂറോയിൽ അവസരമില്ലാത്തതുകൊണ്ട് തന്നെ യൂറോ കപ്പ് ഏറ്റവും മികച്ചതാണെന്ന് പറയാനാവില്ലെന്ന് ലിയോണൽ മെസ്സിയുടെ പ്രതികരണം. ലോകകപ്പാണ് കഠിനമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. മെസ്സിയുടെ സഹതാരം ലിയാൻഡ്രോ പെരേഡസ് എംബപ്പയെ പരിഹസിച്ചാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് ലോകകപ്പും കോപ്പ അമേരിക്കയും ജയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എംബപ്പയ്ക്ക് ലോകകപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സ്വാഭാവികമായും അദ്ദേഹത്തിന് യൂറോ കപ്പ് കഠിനമായി തോന്നുമെന്ന് പെരേഡസിന്റെ വിമർശനം. ഖത്തർ ലോകകപ്പിന് മുൻപ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ ആകെ വിമർശിച്ചുള്ള എംബപ്പയുടെ പ്രതികരണമാണ് സത്യത്തിൽ യൂറോ കപ്പാണ് മികച്ചതെന്ന വാദത്തിനെതിരെ ഇത്രയധികം പ്രതികരണം വരാൻ കാരണം. അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ കാര്യമായ പ്രതിസന്ധിയില്ലാതെയാണ് ലോകകപ്പിനെത്തിയതെന്നും യൂറോപ്പിലാണ് മികച്ച ഫുട്ബോൾ നടക്കുന്നതെന്നും എംബപ്പെ അന്ന് പറഞ്ഞു. സമീപകാലത്ത് ലോകകപ്പ് നേടിയതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളാണെന്ന അഹങ്കാരം കലർന്ന വാക്കുകൂടി എംബപ്പെ അന്ന് പറഞ്ഞു വെച്ചു. കാലത്തിന്റെ കാവ്യനീതി എന്നതുപോലെ അതേ എംബപ്പയുടെ ഫ്രാൻസിനെ ലോകകപ്പ് ഫൈനലിൽ തോൽപ്പിച്ച ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള അർജന്റീന കിരീടത്തിലെത്തി. ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ പേര് പറയാതെ യൂറോ കപ്പാണ് ലോകകപ്പിനേക്കാൾ മികച്ചതെന്ന് എംബപ്പെ പറയുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ ആരാധകർ വിമർശനവുമായി എത്തുന്നതിന് പിന്നിലെ ചേതോ വികാരം വ്യക്തം. ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും ടീമുകൾ ലോകകപ്പിനെത്തുന്നതും യോഗ്യതാ പോരാട്ടവുമൊക്കെ വിലയിരുത്തുമ്പോൾ എംബപ്പയുടെ വാദം പൂർണ്ണമായി തള്ളാനാവില്ല. ലോകകപ്പിൽ യൂറോപ്പിൽ നിന്ന് അവസരം ലഭിക്കുന്ന 13 ടീമുകളാകാൻ കടമ്പകൾ ഏറെയുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പോലും പ്ലേ ഓഫ് ഘട്ടം കളിച്ചാണ് അവസരം ഉറപ്പിച്ചത്. 4 തവണ ലോക ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് പോലും 2022 ലോകകപ്പിൽ യോഗ്യത കിട്ടിയിട്ടില്ല എന്നത് മനസ്സിലാക്കുമ്പോൾ യൂറോപ്പിൽ പോരാട്ടം കടുപ്പമാണെന്ന എംബപ്പയുടെ വാദം അംഗീകരിക്കേണ്ടി വരും. ലാറ്റിൻ അമേരിക്കയിൽ കാര്യങ്ങൾ അല്പം എളുപ്പം തന്നെയാണ്. 10 രാജ്യങ്ങളുള്ള ഒറ്റ ഗ്രൂപ്പായി 18 മത്സരങ്ങൾ കളിക്കാം. കരുത്തരായ ടീമുകൾ പുറത്താകാനുള്ള സാധ്യത വളരെ വിരളം. യൂറോ കപ്പിനെത്തുമ്പോൾ ടീമുകൾക്ക് കാര്യം അല്പം കഠിനമാകും. യൂറോപ്പിലെ 55 രാജ്യങ്ങൾ യോഗ്യത റൗണ്ടിൽ പോരടിച്ച് 24 ടീമുകൾക്കാണ് യൂറോ കപ്പിൽ അവസരം. യൂറോപ്പിലാകെ പ്രൊഫഷണൽ സമീപനം ഉള്ളതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലെ ഒരു ടീമിനെയും വില കുറച്ച് കാണാനാവില്ല. ലോകകപ്പിനേക്കാൾ അട്ടിമറി സാധ്യത ഗ്രൂപ്പ് ഘട്ടത്തിൽ പോലും യൂറോ കപ്പിൽ പ്രതീക്ഷിക്കാം. വ്യക്തിപരമായി എംബപ്പയുടെ പ്രകടനം പരിശോധിച്ചാൽ ലോകകപ്പ് എളുപ്പമാണെന്ന് തോന്നാം. 25 വയസ്സിനിടെ 2 ലോകകപ്പ് ഫൈനൽ കളിക്കുകയും 1 തവണ ചാമ്പ്യനാവുകയും ചെയ്ത താരമാണ് എംബപ്പെ. ആദ്യ ലോകകപ്പിൽ 18-ാം വയസ്സിൽ ലോകകപ്പ് ഫൈനലിൽ ഗോളടിച്ച് വിസ്മയിപ്പിച്ച താരം. പെലെയ്ക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ്. 2022 ലോകകപ്പിലാകട്ടെ മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ടും എംബപ്പെ നേടി. ലോകകപ്പിലെ 2ാമത്തെ മികച്ച താരവുമായി എംബപ്പെ. 14 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ നേടിയിട്ടുണ്ട് ലോകകപ്പിൽ എംബപ്പെ. എന്നാൽ യൂറോ കപ്പിൽ ഇതുവരെ എംബപ്പയ്ക്ക് ഒരു ഗോൾ പോലും കണ്ടെത്താനായിട്ടില്ല. ഇതാകാം എംബപ്പയുടെ പ്രതികരണത്തിന് പിന്നിലുള്ള ഒരു കാരണം. ഫുട്ബോളിന്റെ പ്രൊഫഷണലിസം കൂടുതൽ ആകർഷകമായി കാണുന്ന ഒരു കൂട്ടം എന്നും യൂറോപ്പിനൊപ്പവും സ്വാഭാവിക പ്രതിഭകളെ പിന്തുടരുന്നവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതും നമ്മൾ കാണാറുണ്ട്. യൂറോപ്പിന്റെ പണക്കൊഴുപ്പോ പ്രൊഫഷണൽ ശൈലിയോ ഒന്നും ലാറ്റിൻ അമേരിക്കയ്ക്കോ ആഫ്രിക്കയ്ക്കോ ഏഷ്യയ്ക്കോ അവകാശപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്പ് കഠിനമാണെന്ന വാദം ആരും തള്ളില്ല. പക്ഷേ ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയുമൊക്കെ ലോകകപ്പിൽ യൂറോപ്യൻ ടീമുകളെ അട്ടിമറിച്ച നിരവധി ചരിത്രം മുന്നിലുള്ളപ്പോൾ
ലോകകപ്പിനെ ഇകഴ്ത്തി പറയുന്നത് ആരും അംഗീകരിക്കാൻ ഇടയില്ല. ചാമ്പ്യൻ പട്ടവുമായെത്തിയ സാക്ഷാൽ സിനദിൻ സിദാന്റെ ഫ്രാൻസ് 2002 ലോകകപ്പിൽ സെനഗലിന് മുന്നിൽ തോറ്റ ചരിത്രമെങ്കിലും മറ്റ് രാജ്യങ്ങളെ ഇകഴ്ത്തുമ്പോൾ എംബപ്പെ ഓർക്കണമെന്ന് ആരാധകർ. അതിലേറെ യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫിനലിസമയിൽ നിലവിൽ ഇറ്റലിയെ തോൽപ്പിച്ച അർജന്റീനയാണ് ചാമ്പ്യന്മാർ. ഇത്തവണ ഒരേ ദിവസം യൂറോ കപ്പിലും കോപ്പയിലും ഫൈനൽ പോരാട്ടം നടക്കുമ്പോൾ ഫിനലിസമയിൽ മത്സരിക്കുന്ന 2 ടീമുകൾ ഏതെന്ന് കൂടിയാണ് വ്യക്തമാവുക. അതുവരെ നമുക്ക് യൂറോ കപ്പോ ലോകകപ്പോ വലുതെന്ന ചർച്ച തുടരാം.